ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏറ്റവും മധുരമായ വാക്കാണ് ബാബ. നിങ്ങളുടെ മുഖത്തു നിന്നും സദാ ബാബ ബാബ എന്ന് വന്നുകൊണ്ടിരിക്കട്ടെ. സർവർക്കും ശിവ് ബാബയുടെ പരിചയം നൽകിക്കൊണ്ടിരിക്കൂ. ചോദ്യം: സത്യയുഗത്തിൽ മനുഷ്യരെന്നല്ല മൃഗങ്ങൾ പോലും രോഗികൾ ആകുന്നില്ല, എന്തുകൊണ്ട്? ഉത്തരം: കാരണം സംഗമയുഗത്തിൽ ബാബ സർവ ആത്മാക്കളുടെയും പരിധിയില്ലാത്ത സൃഷ്ടിയുടെയും ഓപ്പറേഷൻ നടത്തുന്നു. അതിലൂടെ രോഗത്തിൻ്റെ പേരോ അടയാളമോ പോലും അവശേഷിക്കുന്നില്ല. ബാബയാണ് അവിനാശി സർജൻ. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയും രോഗിയാണ്. ഈ സൃഷ്ടിയിൽ പിന്നെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. ഇവിടെയുള്ള ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വളരെ വളരെ ധീരന്മാർ ആകണം. ഗീതം: നിന്നെ നേടി നമ്മൾ ലോകം നേടി. ഓം ശാന്തി. ഡബിളും പറയുവാൻ സാധിക്കും. ഡബിൾ ഓം ശാന്തി. ആത്മാവ് തൻ്റെ പരിചയം നൽകുകയാണ്. ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. നമ്മുടെ നിവാസസ്ഥാനം ശാന്തിധാമത്തിലാണ്. നമ്മളെല്ലാം ബാബയുടെ സന്താനങ്ങളാണ്. എല്ലാ ആത്മാക്കളും ഓം എന്ന് പറയുന്നു. അവിടെ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. പിന്നെ ഇവിടെ സഹോദരിയും സഹോദരനുമാകും. ഇപ്പോൾ സഹോദരിയും സഹോദരനും എന്ന രീതിയിൽ ബന്ധം ആരംഭിക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, എല്ലാവരും എൻ്റെ കുട്ടികളാണ്. നിങ്ങൾ ബ്രഹ്മാവിൻ്റെയും സന്താനമാണ്. അതിനാൽ സഹോദരിയും സഹോദരനുമായി നിങ്ങൾക്ക് മറ്റൊരു ബന്ധവുമില്ല. പ്രജാപിതാവിൻ്റെ സന്താനം ബ്രഹ്മകുമാർ കുമാരിമാരാണ്. പഴയ ലോകത്തെ ചേഞ്ച് ചെയ്യുന്നതിന് ഈ സമയത്താണ് വരുന്നത്. ബാബ ബ്രഹ്മാവിലൂടെ തന്നെയാണ് പുതിയ സൃഷ്ടി രചിക്കുന്നത്. ബ്രഹ്മാവുമായും സംബന്ധമുണ്ടല്ലോ. യുക്തിയും എത്ര നല്ലതാണ്. എല്ലാവരും ബ്രഹ്മകുമാർ കുമാരിമാരാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. സ്വയം സഹോദരി സഹോദരനാണ് എന്ന് മനസ്സിലാക്കണം. ക്രിമിനൽ ആയി ഉണ്ടായിരിക്കുവാൻ പാടില്ല. ഇവിടെയാണെങ്കിൽ കുമാരി കുമാരന്മാർ മുതിർന്നവർ ആകുന്നതനുസരിച്ച് കണ്ണുകൾ ക്രിമിനലായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്യുന്നു. ക്രിമിനൽ പ്രവൃത്തി ഉണ്ടാകുന്നത് രാവണ രാജ്യത്തിലാണ്. സത്യയുഗത്തിൽ ക്രിമിനൽ ആക്ട് ഉണ്ടാകുന്നില്ല. ക്രിമിനൽ എന്ന വാക്ക് തന്നെയില്ല. ഇവിടെയാണെങ്കിൽ ക്രിമിനൽ ആക്ട് വളരെയധികമുണ്ട്. അവർക്ക് വേണ്ടി പിന്നെ കോർട്ടും മറ്റും ഉണ്ട്. അവിടെ കോർട്ടും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. വണ്ടറാണല്ലോ. ജയിലുമില്ല, പോലീസുമില്ല, കള്ളന്മാർ തുടങ്ങിയവരുമില്ല. ഇതെല്ലാം ദുഃഖത്തിൻ്റെ കാര്യങ്ങളാണ്. അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, ഇതാണെങ്കിൽ കളിയാണ്. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തോൽവിയുടെയും ജയത്തിൻ്റെയും. ഇതിനെയും നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. മായയോട് തോറ്റുവെങ്കിൽ തോറ്റു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബാബ വന്ന് പകുതി കൽപ്പത്തേക്ക് മായയുടെ മേൽ ജയം ഉണ്ടാക്കുന്നു. പിന്നെ പകുതി കൽപ്പം തോൽക്കേണ്ടി വരുന്നു. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇതാണെങ്കിൽ സാധാരണവും ചില്ലിക്കാശിൻ്റേതുമായ കളിയാണ്. പിന്നെ നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നു. അപ്പോൾ തൻ്റെ രാജ്യഭാഗ്യം പകുതി കൽപ്പത്തേക്ക് നേടുന്നു. രാവണ രാജ്യത്തിൽ എന്നെ മറന്നു പോകുന്നു. രാവണൻ ശത്രുവാണ്. അതിനെ ഓരോ വർഷവും ഭാരതവാസികൾ തന്നെയാണ് കത്തിക്കുന്നത്. ഏത് ദേശത്തിൽ വളരെയധികം ഭാരതവാസികൾ ഉണ്ടാകുമോ അവിടെയും കത്തിക്കുന്നുണ്ടാകും. പറയും, ഇത് ഭാരതവാസികളുടെ ധർമ്മത്തിൻ്റെ ഉത്സവമാണ്.
ദസറ ആഘോഷിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണെങ്കിൽ പരിധിയുള്ള കാര്യമാണ്. രാവണ രാജ്യം ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലുമുണ്ട്. കേവലം ലങ്കയിൽ മാത്രമല്ല. വിശ്വം വളരെ വലുതാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഈ സൃഷ്ടി മുഴുവനും സാഗരത്തിൽ നിൽക്കുകയാണ്. മനുഷ്യർ പറയുന്നു താഴെ ഒരു കാള അഥവാ പശു ഉണ്ട് എന്ന്. അതിൻ്റെ കൊമ്പിന്മേലാണ് സൃഷ്ടി നിൽക്കുന്നത്. പിന്നെ ക്ഷീണിച്ചു പോകുമ്പോൾ മാറ്റുന്നു എന്ന്. ഇപ്പോൾ ഈ കാര്യമൊന്നുമില്ല. പൃഥ്വിയാണെങ്കിൽ ജലത്തിന്മേലാണ് നിൽക്കുന്നത്. 4 ഭാഗത്തും ജലം തന്നെ ജലമാണ്. ഇപ്പോൾ മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്. പിന്നെ രാമരാജ്യം അഥവാ ഈശ്വരീയ രാജ്യം സ്ഥാപിക്കുന്നതിന് ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ഈശ്വരൻ എന്ന് മാത്രം പറഞ്ഞാലും പറയുന്നു ഈശ്വരൻ സർവശക്തിവാനാണ്, സർവ്വതും ചെയ്യാൻ സാധിക്കും എന്ന്. തെറ്റായ മഹിമയായി പോകുന്നു. ഇത്രയും സ്നേഹമുണ്ടായിരിക്കുന്നില്ല. ഇവിടെ ഈശ്വരനെ പിതാവ് എന്ന് പറയുന്നു. ബാബ എന്ന് പറയുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുന്നതിൻ്റെ കാര്യം നടക്കുന്നു. ശിവ് ബാബ പറയുന്നു എപ്പോഴും ബാബ ബാബ എന്ന് പറയേണ്ടതാണ്. ഈശ്വരൻ അഥവാ പ്രഭു തുടങ്ങിയ വാക്ക് മറന്നേക്കണം. ബാബ പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്രം ഓർമ്മിക്കൂ. എക്സിബിഷനിലും മറ്റും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ ഓരോ നിമിഷവും ശിവ് ബാബയുടെ പരിചയം കൊടുക്കൂ. ഒരേ ഒരു ശിവ് ബാബയാണ് ഉയർന്നതിലും ഉയർന്നത്. ആ ഒന്നിനെ ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ബാബ എന്ന വാക്ക് ഏറ്റവും മധുരമായതാണ്. ശിവ് ബാബ ശിവ് ബാബ എന്ന മുഖത്ത് നിന്നും വരുന്നു. മുഖം മനുഷ്യൻ്റേത് തന്നെ ആയിരിക്കുമല്ലോ. ഗൗവിൻ്റെ മുഖമാവുക സാധ്യമല്ല. നിങ്ങൾ ശിവശക്തികളാണ്. നിങ്ങളുടെ മുഖകമലത്തിൽ നിന്നും ജ്ഞാന അമൃതം വരുന്നു. നിങ്ങളുടെ പേര് പ്രശസ്തമാക്കുന്നതിന് വേണ്ടി ഗോമുഖം എന്ന് പറഞ്ഞിരിക്കുന്നു. ഗംഗയെക്കുറിച്ച് ഇങ്ങനെ പറയുകയില്ല. മുഖകമലത്തിലൂടെ അമൃത് ഇപ്പോഴാണ് വരുന്നത്. ജ്ഞാനാമൃതം കുടിച്ചുവെങ്കിൽ പിന്നെ വിഷം കുടിക്കുവാൻ സാധിക്കില്ല. അമൃതം കുടിക്കുന്നതിലൂടെ നിങ്ങൾ ദേവതയാകുന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു അസുരന്മാരെ ദേവതയാക്കുവാൻ. നിങ്ങളിപ്പോൾ ദൈവിക സമ്പ്രദായം ആയിക്കൊണ്ടിരിക്കുന്നു. സംഗമയുഗം എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതും ആർക്കും അറിയില്ല. നിങ്ങൾക്കറിയാം നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ പുരുഷോത്തമ സംഗമയുഗിയാണ്. ബാക്കി ആരെല്ലാം ഉണ്ടോ എല്ലാവരും കലിയുഗിയാണ്. നിങ്ങൾ എത്ര കുറച്ചു പേരാണുള്ളത്? വൃക്ഷത്തിൻ്റെയും നോളജ് നിങ്ങൾക്കുണ്ട്. വൃക്ഷം ആദ്യം ചെറുതായിരിക്കുന്നു, പിന്നെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. എത്ര ഇൻവെൻഷൻ നടത്തുന്നുണ്ട്. കുട്ടികൾ ജനിക്കുന്നത് എങ്ങനെ കുറയ്ക്കാം എന്ന്. പക്ഷേ നരൻ ആഗ്രഹിക്കുന്നതൊന്ന്, നടക്കുന്നത് മറ്റൊന്ന്. എല്ലാവരുടെയും മൃത്യു ഉണ്ടാവുക തന്നെ വേണം. ഇപ്പോൾ വിളവ് വളരെ നല്ലതുണ്ടായിരിക്കും. മഴ വന്നു എത്ര നഷ്ടമുണ്ടാക്കുന്നു. നാച്ചുറൽ കലാമിറ്റീസിനെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഒരു കാര്യത്തിൻ്റെയും ഉറപ്പില്ല. എവിടെയെങ്കിലും വിളവുണ്ടാവുകയും മഞ്ഞുകട്ടകൾ വീഴുകയും ചെയ്യുകയാണെങ്കിൽ എത്ര നഷ്ടമുണ്ടാകുന്നു. മഴ പെയ്തില്ലെങ്കിലും നഷ്ടം. ഇതിനെയാണ് പ്രകൃതിയാ ഉള്ള ആപത്തുകൾ എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ ധാരാളം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി വളരെയധികം ധീരത ആവശ്യമാണ്. ആരുടെയെങ്കിലും ഓപ്പറേഷൻ നടക്കുന്നുവെങ്കിൽ ചിലർക്ക് അത് നോക്കുവാൻ സാധിക്കില്ല. കണ്ടാൽ തന്നെ ബോധം കെട്ടുപോകും. ഇപ്പോൾ ഈ മുഴുവൻ മോശമായ സൃഷ്ടിയുടെയും ഓപ്പറേഷൻ നടക്കേണ്ടതുണ്ട്. ബാബു പറയുന്നു ഞാൻ വന്ന് സർവരുടെയും ഓപ്പറേഷൻ ചെയ്യുന്നു. മുഴുവൻ സൃഷ്ടിയും രോഗിയാണ്.
അവിനാശി സർജൻ എന്നതും ബാബയുടെ നാമമാണ്. ആ ഒന്ന് മുഴുവൻ വിശ്വത്തിൻ്റെയും ഓപ്പറേഷൻ ചെയ്യും. അതിലൂടെ പിന്നെ വിശ്വത്തിൽ വസിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. എത്ര വലിയ സർജനാണ്! ആത്മാക്കളുടെയും ഓപ്പറേഷൻ, പരിധിയില്ലാത്ത സൃഷ്ടിയുടെയും ഓപ്പറേഷൻ ചെയ്യുന്നവനാണ്. അവിടെ മനുഷ്യരെന്നല്ല, മൃഗങ്ങൾ പോലും രോഗിയാകുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു എൻ്റെയും കുട്ടികളുടെയും പാർട്ട് എന്താണ് എന്ന്. ഇതിനെയാണ് രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. അത് നിങ്ങൾ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ആദ്യം ഈ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് സദ്ഗുരുവാരാണ്. എപ്പോഴും സത്യം പറയണം. വ്യാപാരത്തിലും പറയുന്നുവല്ലോ, സത്യം പറയൂ, ചതിവിൻ്റെ കാര്യം പറയാതിരിക്കൂ. എന്നിട്ടും ലോഭത്തിൽ വന്ന് അല്പം കൂടുതൽ വില പറഞ്ഞ് കരാർ നടത്തും. സത്യം ഒരിക്കലും ആരും പറയുന്നില്ല. അസത്യം തന്നെ അസത്യമാണ് പറയുന്നത്. അതിനാൽ സത്യത്തെ ഓർമ്മിക്കുന്നു. സത് നാം സംഗ് എന്ന് പറയുന്നുവല്ലോ, അതായത് സത്യം എന്നത് ആരുടെ നാമമാണോ അതുമായുള്ള സംഘം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ സത്യമാണ്. ആ ഒന്ന് തന്നെയായിരിക്കും നമ്മൾ ആത്മാക്കളുടെ ഒപ്പം വരിക. ഇപ്പോൾ സത്യത്തോടൊപ്പം നിങ്ങൾ ആത്മാക്കളുടെ സംഘം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെയാണ് കൂടെ പോകുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം ശിവ് ബാബ വന്നു കഴിഞ്ഞു. ആ ഒന്നിനെ ട്രൂത്ത് എന്ന് പറയുന്നു. ആ ഒന്ന് ആത്മാക്കളായ നമ്മളെ പവിത്രമാക്കി കൂടെ കൊണ്ടുപോകും ഒരേ ഒരു തവണ. സത്യയുഗത്തിൽ രാമൻ, അതായത് ഈശ്വരൻ കൂടെ ഉണ്ടെന്നോ, ആരുടെ നാമമാണോ സത്യം ആ ഒന്നിൻ്റെ കൂട്ടുകെട്ട് ഉണ്ട് എന്നോ പറയില്ല. അങ്ങനെയില്ല. ബാബ പറയുന്നു, ഇപ്പോൾ ഞാൻ കുട്ടികളായ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. നയനങ്ങളിലിരുത്തി കൊണ്ടുപോകുന്നു. ഈ നയനമല്ല, മൂന്നാമത്തെ നേത്രം. നിങ്ങൾക്കറിയാം ഈ സമയം ബാബ വന്നിരിക്കുകയാണ് കൂടെ കൊണ്ടുപോകുവാൻ. ശങ്കരന്റെ ഘോഷയാത്രയല്ല ഇത്, ശിവന്റെ കുട്ടികളുടെ ഘോഷയാത്രയാണ്. ആ ഒന്ന് പതിമാരുടെയും പതിയുമാണ്. പറയുന്നു, നിങ്ങളെല്ലാവരും ബ്രൈഡ്സ് ആണ്. ഞാനാണ് ബ്രൈഡ് ഗ്രൂം, അതായത് വരൻ. നിങ്ങളെല്ലാവരും പ്രിയതമമാരാണ്. ഞാനാണ് പ്രിയതമൻ. പ്രിയതമൻ ഒന്ന് മാത്രമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ പകുതി കൽപ്പമായി പ്രിയതമനായ എൻ്റെ പ്രിയതമകളാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. എല്ലാവരും ഭക്തരാണ്. ഭക്തരെ രക്ഷിക്കുന്നവൻ ഭഗവാനാണ്. ആത്മാവ് ഭക്തി ചെയ്യുന്നു ശരീരത്തോടൊപ്പം. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. ഭക്തിയുടെ ഫലമാണ് സത്യയുഗത്തിൽ അനുഭവിക്കുന്നത്. അതിപ്പോൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ഒന്ന് നിങ്ങളുടെ പ്രിയതമനാണ്. ആ ഒന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ തൻ്റെ പുരുഷാർത്ഥമനുസരിച്ച് പോയി രാജ്യഭാഗ്യം നേടും. ഇതെവിടെയും എഴുതിയിട്ടില്ല. ശങ്കർ പാർവതിയെ അമരകഥ കേൾപ്പിച്ചു എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും പാർവതിമാരാണ്. ഞാനാണ് കഥ കേൾപ്പിക്കുന്ന അമരനാഥൻ. അമരനാഥൻ എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. ആ ഒന്നിന് തൻ്റെ ദേഹമില്ല. പറയുന്നു, അമരനാഥനായ ഞാൻ കുട്ടികളായ നിങ്ങളെ അമര കഥ കേൾപ്പിക്കുന്നു. ശങ്കരും പാർവതിയും ഇവിടെ എവിടെ നിന്നും വരുവാനാണ്? അവരാണെങ്കിൽ സൂക്ഷ്മവതനത്തിലാണ്. അവിടെ സൂര്യചന്ദ്രന്മാരുടെയും പ്രകാശം ഉണ്ടായിരിക്കുന്നില്ല. സത്യമായ ബാബ ഇപ്പോൾ നിങ്ങളെ സത്യമായ കഥ കേൾപ്പിക്കുകയാണ്. ബാബയ്ക്കല്ലാതെ സത്യകഥ ആർക്കും കേൾപ്പിക്കുവാൻ സാധിക്കില്ല. വിനാശം ഉണ്ടാകുന്നതിന് സമയമെടുക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു. എത്ര വലിയ ലോകമാണ്! എത്ര അനേകം കെട്ടിടങ്ങളും മറ്റും വീണ് ഇല്ലാതാകും.
എർത്ത്ക്വേക്കിലും എത്ര നഷ്ടമുണ്ടാകുന്നു, എത്ര പേർ മരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ചെറിയ വൃക്ഷം ഉണ്ടായിരിക്കും. ഡൽഹി ദേവസ്ഥാനമാകും. ഒരേ ഒരു ദേവസ്ഥാനത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം നടക്കുന്നു. എത്ര വലിയ വലിയ കൊട്ടാരങ്ങൾ തയ്യാറാകും. പരിധിയില്ലാത്ത ഭൂസ്വത്ത് ലഭിക്കുന്നു. നിങ്ങൾക്ക് ഒന്നും ചെലവഴിക്കേണ്ടി വരുന്നില്ല. ബാബു പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ, അതായത് ബ്രഹ്മാവിൻ്റെ ലൈഫിൽ പോലും ധാന്യങ്ങൾ എത്ര വിലക്കുറവായിരുന്നു. അപ്പോൾ സത്യയുഗത്തിൽ എത്ര വിലക്കുറവായിരിക്കും. ഡൽഹിയുടെ അത്രയും ഓരോരുത്തർക്കും വീടും ഭൂമിയും മറ്റുമുണ്ടാകും. മധുരമായ നദികളിൽ നിങ്ങളുടെ രാജ്യം നടക്കും. ഓരോരുത്തർക്കും എന്താണ് ഇല്ലാതിരിക്കുക? സദാ അന്നം ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെയുള്ള ഫലപുഷ്പങ്ങളും കാണുന്നുണ്ട്. എത്ര വലിയ വലിയതായിരിക്കും. നിങ്ങൾ മധുരപാനീയം കുടിച്ചിട്ട് വരുന്നു. അവിടെ തോട്ടം ഉടമയുണ്ട് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ തോട്ടം ഉടമയാണെങ്കിൽ തീർച്ചയായും വൈകുണ്ഠത്തിൽ അഥവാ നദീതീരത്തായിരിക്കും. അവിടെ എത്ര കുറച്ചുപേരായിരിക്കും. ഇപ്പോഴുള്ള ഇത്രയും കോടികളെവിടെ? 9 ലക്ഷം എവിടെ? എല്ലാം നിങ്ങളുടേതാകും. ബാബ ഇങ്ങനെയുള്ള രാജപദം നൽകുന്നു. അത് നമ്മിൽ നിന്നും ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. ആകാശം, ഭൂമി, സർവ്വതിൻ്റെയും അധികാരിയായി നിങ്ങൾ ഇരിക്കുന്നു. ഗീതവും കുട്ടികൾ കേട്ടു. ഇങ്ങനെയുള്ള 6-8 ഗീതങ്ങളുണ്ട്. അത് കേൾക്കുന്നതിലൂടെ തന്നെ സന്തോഷത്തിൻ്റെ രസം കയറുന്നു. നോക്കൂ, അവസ്ഥയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഗീതം വയ്ക്കൂ. ഇതാണ് സന്തോഷത്തിൻ്റെ ഗീതം. നിങ്ങളാണെങ്കിൽ അർത്ഥവും അറിയുന്നു. ബാബ വളരെയധികം യുക്തികൾ പറഞ്ഞു തരുന്നു. സ്വയം തന്നെ ഹർഷിത മുഖം ആക്കി മാറ്റാൻ ബാബയ്ക്ക് എഴുതണം. ബാബ, ഇത്രയും സന്തോഷമില്ല, മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. മായയുടെ കൊടുങ്കാറ്റ് വന്നാലും നിങ്ങൾ വാദ്യം മുഴക്കൂ. സന്തോഷത്തിന് വേണ്ടി വലിയ വലിയ ക്ഷേത്രങ്ങളിലും വാതിൽക്കൽ വാദ്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ബോംബെയിലെ മാധവ് ബാഗിൽ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലും വാദ്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളോട് പറയുന്നു, ഈ സിനിമാ പാട്ടുകൾ എന്തിനു വയ്ക്കുന്നു? അവർക്ക് എന്തറിയാം? ഇതും ഡ്രാമ അനുസരിച്ച് ഉപയോഗത്തിൽ വരുന്ന വസ്തുവാണ്. ഇതിൻ്റെ അർത്ഥം കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നതിലൂടെയും സന്തോഷത്തിൽ വരും. എന്നാൽ കുട്ടികൾ മറന്നു പോകുന്നു. വീട്ടിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ഗീതം കേട്ട് വളരെയധികം സന്തോഷിക്കും. ഇത് വളരെ വാല്യുബിളായ വസ്തുവാണ്. ചിലരുടെ വീട്ടിൽ വഴക്കുകൾ നടക്കുന്നു. പറയൂ, ഭഗവാൻ ഉവാച, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. പിന്നെ പുഷ്പങ്ങളുടെ മഴയുണ്ടാകും. ജയ ജയ ഘോഷമുണ്ടാകും. സ്വർണത്തിൻ്റെ പൂക്കൾ പൊഴിയും. നിങ്ങൾ ഇപ്പോൾ മുള്ളിൽ നിന്നും സ്വർണത്തിൻ്റെ പുഷ്പമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ നിങ്ങളുടെ അവതരണമുണ്ടാകും. പുഷ്പങ്ങൾ പൊഴിയുന്നില്ല, എന്നാൽ നിങ്ങൾ പുഷ്പമായി വരുന്നു. മനുഷ്യർ പറയുന്നു സ്വർണത്തിൻ്റെ പുഷ്പം പൊഴിയുന്നു എന്ന്. ഒരു രാജകുമാരൻ വിദേശത്ത് പോയി അവിടെ പാർട്ടി നൽകിയിരുന്നു. അതിനുവേണ്ടി സ്വർണത്തിൻ്റെ പുഷ്പമുണ്ടാക്കിച്ചു. എല്ലാവരുടെയും മേൽ വർഷിച്ചു. സന്തോഷം കാരണം ഇത്രയും സൽക്കാരം നടത്തി. സത്യമായ സ്വർണത്തിൻ്റെതുണ്ടാക്കി. ബാബയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റും മറ്റും നല്ല രീതിയിൽ അറിയാം. വാസ്തവത്തിൽ നിങ്ങൾ പുഷ്പമായി വരുന്നു. സ്വർണത്തിൻ്റെ പുഷ്പമായ നിങ്ങൾ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയുടെ എത്ര ലോട്ടറി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ലൗകിക പിതാവ് കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ എത്ര സന്തോഷിക്കുന്നു. ബാബയും പറയുന്നു,
നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവിടെ രാജ്യം ഭരിക്കും. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. ആർക്കെങ്കിലും ചെറിയ സമ്മാനം കൊടുക്കുന്നുവെങ്കിൽ പറയുന്നു, ബാബ, അങ്ങ് നമുക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നു. ഈ സമ്മാനം എന്താണ്? ശിവ് ബാബയുടെ സ്മാരകം കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ ശിവ് ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾക്ക് പദമങ്ങൾ ലഭിക്കുകയും ചെയ്യും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യത്തിൻ്റെ കൂടെ തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ സദാ സത്യത ഉള്ളവരായി ഇരിക്കണം. ഒരിക്കലും അസത്യം പറയരുത്. നമ്മൾ ബ്രഹ്മബാബയുടെ കുട്ടികൾ. പരസ്പരം സഹോദരി സഹോദരനാണ്. അതിനാൽ ഒരിക്കലും ക്രിമിനൽ ആക്ട് ചെയ്യരുത്. പരസ്പരം സഹോദരന്മാരാണ് എന്നതും സഹോദരി സഹോദരനാണ് എന്നതുമല്ലാതെ ഒരു ബന്ധത്തിൻ്റെയും ബോധം ഉണ്ടാകരുത്. വരദാനം: ഓർമ്മയുടെ ബലത്തിലൂടെ തൻ്റെയും മറ്റുള്ളവരുടെയും ശ്രേഷ്ഠ പുരുഷാർത്ഥത്തിൻ്റെ ഗതിവിധികളെ അറിയുന്ന മാസ്റ്റർ ത്രികാലദർശിയായി ഭവിക്കട്ടെ. ഏതുപോലെ സയൻസിൻ്റെ മേഖലയിലുള്ളവർക്ക് ഭൂമിയിൽ നിന്നും സ്പേസിലേക്ക് പോകുന്നവരുടെ ഓരോ ഗതിവിധികളും അറിയാൻ സാധിക്കുന്നു, അതേപോലെ ത്രികാലദർശിയായ കുട്ടികളായ നിങ്ങൾക്ക് സൈലൻസിലൂടെ, അതായത് ഓർമ്മയുടെ ബലത്തിലൂടെ തൻ്റെയും മറ്റുള്ളവരുടെയും ശ്രേഷ്ഠ പുരുഷാർത്ഥത്തിൻ്റെയും സ്ഥിതിയുടെയും ഗതിവിധികളെ സ്പഷ്ടമായി അറിയാൻ സാധിക്കും. ദിവ്യബുദ്ധി ആകുന്നതിലൂടെ, ഓർമ്മയുടെ ശുദ്ധ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ത്രികാലദർശി ഭവയുടെ വരദാനം പ്രാപ്തമാകുന്നു. പുതിയ പുതിയ പ്ലാൻ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വതവേ എമർജ് ആകുന്നു. സ്ലോഗൻ: സർവരുടെയും സഹയോഗി ആകൂ, അപ്പോൾ സ്നേഹം സ്വതവേ പ്രാപ്തമായിക്കൊണ്ടിരിക്കും. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. നമുക്കാണെങ്കിൽ സേവനത്തിൻ്റെ ചാൻസ് ഇല്ല എന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. ആർക്കെങ്കിലും പറയാൻ ആകുന്നില്ലെങ്കിൽ മനസ്സ വായുമണ്ഡലത്തിലൂടെ സുഖത്തിൻ്റെ വൃത്തിയിലൂടെയും സുഖമായ സ്ഥിതിയിലൂടെയും സേവനം ചെയ്യൂ. ആരോഗ്യം ശരിയല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ടും സഹയോഗി ആകൂ. കേവലം മനസ്സിൽ ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. ശുഭഭാവനകളാൽ സമ്പന്നമാകൂ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ
സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.